ലഹരിക്ക് അടിമയായിരുന്ന യുവാവ് വായനയിലൂടെ ലഹരി ജീവിതം പൂർണ്ണമായി ഉപേക്ഷിച്ച ഒരു കഥയാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. യുവാവിൻ്റെ തിരിച്ചുവരവിന് വഴികാട്ടിയത് തിരുവനന്തപുരം പുല്ലമ്പാറയിലെ ഗ്രാമീണ വായനശാലയാണ്. പുല്ലമ്പാറയിലെ ആ മാതൃകാ വായനശാലയിലെ പ്രവർത്തനങ്ങളിൽ കാണാം. ഒരു 1500 രൂപയ്ക്ക് ഞാൻ കുടിക്കുമായിരുന്നു. 1 ലിറ്റർ ചായ 500 രൂപയാവും. 1 ലിറ്റർ ചാരായം കുടിച്ചോണ്ട് ഒരാള് അത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഒരേ കണക്ക് കുടിക്കുന്നുണ്ടെങ്കിലോ ഞാൻ ചോദ്യം ചെയ്യും. കുടിക്കാൻ വേണ്ടി മരത്തിന്റെ പണിക്കാ പോകുന്നത്, കുടിക്കാൻ വേണ്ടി മരം കയറാൻ പോകുന്നു, കിട്ടുന്ന പൈസ വാങ്ങിക്കുന്നു, കുടിക്കുന്നു, വീണ്ടും പോയി അടുത്ത പൈസ ഉണ്ടാക്കുന്നു, കുടിക്കുന്നു. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഒരേ കണക്ക് കുടിയായിരുന്നു. ഇപ്പൊ കുടി മതിയാക്കി. ഇപ്പം കുടി മതി. 6 മാസം കൊണ്ട് പൂർണ്ണമായി ഉപേക്ഷിച്ചു. ലഹരി പൂർണ്ണമായിട്ട് ഒഴിവാക്കി ഇപ്പം പുസ്തകങ്ങളാണ് ഇപ്പൊ എന്റെ കൂട്ട്. വായനയാണ് എന്റെ കൂട്ട്. ലഹരിക്കടിമയായ അനീഷ് എന്ന ചെറുപ്പക്കാരൻ അപ്രതീക്ഷിതമായി പുസ്തകങ്ങളുടെ ലോകത്തേക്ക് എത്തുന്നു. ഒരു ഗ്രാമീണ ഗ്രന്ഥശാലയിലെ പുസ്തകങ്ങൾ എങ്ങനെയാണ് അനീഷിൻ്റെ ലഹരിയിൽ നിന്ന് മുക്തനാക്കിയത് എന്ന കഥയാണ് നമ്മൾ കേട്ടത്. എന്തായാലും നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ഈ അനീഷിനെ ലഹരി മുക്തമാക്കാൻ സഹായിച്ച ആ ഫിനിക്സ് എന്ന ഈ ഗ്രന്ഥശാലയിലേക്കാണ്. പുല്ലമ്പാറ തെള്ളിക്കച്ചൽ ഗ്രാമം. 2 വർഷം മുൻപാണ് ഇവിടെ വായനയാണ് ലഹരി എന്ന സന്ദേശവുമായി ഫിനിക്സ് ലൈബ്രറി ആരംഭിക്കുന്നത്. ലൈബ്രറി വായനയുടെ ലോകത്തേക്ക് നാട്ടുകാരെ നയിച്ചു. മദ്യത്തിനടിമയായിരുന്ന അനീഷ് കിടപ്പിലായ മുത്തച്ഛന് പുസ്തകമെടുക്കാനായാണ് ആദ്യമായി ലൈബ്രറിയിലെത്തുന്നത്. ജോൺസൺ എഴുതിയ കുടിയന്റെ കുമ്പസാരം എന്ന പുസ്തകം ആദ്യമായി വായിച്ചു. പുസ്തകം ജീവിതം മാറ്റി. അനീഷ് ലഹരി പൂർണ്ണമായി ഉപേക്ഷിച്ചു. മുത്തശ്ശന് പുസ്തകം എടുത്തു കൊടുക്കുന്ന അനീഷ് ഈ പുസ്തകത്തിലാണ് വായന തുടങ്ങിയത്. നിലവിൽ ഇപ്പോൾ അനീഷ് വായനയെ ലഹരിയാക്കി മാറ്റിയിട്ട് മാസം 1 കഴിഞ്ഞു. ദിവസങ്ങളിൽ ഇവിടെ വരാറുണ്ട്, ഞങ്ങൾക്കൊപ്പം കൂടാറുണ്ട്. ആഴ്ചയിൽ 1-2 പുസ്തകമെടുത്ത് വായിക്കുന്നുണ്ട്. അനീഷിന്റെ മാത്രം കഥയല്ല ഇത്. പ്രായഭേദമന്യേ നാട്ടുകാർ എന്ന ലൈബ്രറിയിലേക്ക് എത്തുന്നു. അക്ഷരങ്ങൾ കരുത്താക്കി ലഹരിക്കെതിരെ പ്രതിരോധം തീർത്ത് വളരുകയാണ് തെള്ളിക്കച്ചൽ ഗ്രാമം. പുറത്തെടുക്കാനാവാത്ത ചോര മരിക്കും വരെ വയറ്റിൽ തന്നെ കിടന്നു. അതേ രോഗം തന്നെയാണ് എൻ്റേതും. പേര് മാത്രം ഇംഗ്ലീഷിലായി. ലിവർ സിറോസിസ്, ക്രോണിക് ലിവർ സിറോസിസ്. ഇനി കരളിന് വളരാനാവില്ല. അങ്ങനെ വായന ലഹരിയാക്കി ഈ പുസ്തകങ്ങളിലൂടെ ഒരു നാട് അതിജീവിക്കുകയാണ്. ഇനിയും അനീഷുമാരുടെ വഴി തേടി കൂടുതൽ പേർ വരട്ടെ. ഈ പുസ്തകങ്ങളിലൂടെ ലഹരിയിൽ നിന്ന് അതിജീവിക്കട്ടെ. ക്യാമറാമാൻ NS സജീവിനൊപ്പം ഉമേഷ് ബാലകൃഷ്ണൻ, 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.